ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ഹദീസ് പഠന സീരീസിൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് പറഞ്ഞു. അൽ ഹലാലു ബയ്യിനും വൽ ഹറാമു ബയ്യിനും ബൈനഹുമാ മുശബ്ബഹാത്തുൻ ഔ മുതശാബിഹാത്ത് ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്. അതായത് ഹലാലായ കാര്യങ്ങളും ഹറാമായ കാര്യങ്ങളും വ്യക്തമാണ്, പക്ഷെ അതിനിടയിൽപ്പെട്ട ചില സംശയാസ്പദമായ മുശബ്ബഹാത്ത് അല്ലെങ്കിൽ മുതശാബിഹാത്ത് ആയ കാര്യങ്ങളുണ്ട്. അവ സൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, കാരണം മുശബ്ബഹാത്തായ കാര്യങ്ങൾ ഹറാമാണോ എന്ന് വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങൾ, ചില അധിക ആളുകൾക്ക് വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങൾ, അതിനെ സൂക്ഷിച്ചാൽ ഹറാമിലേക്ക് പോകുന്നത് സൂക്ഷിക്കാൻ പറ്റും അല്ലേ. അപ്പൊ അത് സംബന്ധിച്ച് പറഞ്ഞ ഹദീസിൽ അതിന്റെ അവസാന ഭാഗത്തിലൊരു ഹൃദയത്തിന്റെ പ്രാധാന്യം, ഖൽബിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന, ഖൽബ് നന്നായതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു ഭാഗം പറഞ്ഞു. ആ ഹദീസ്, ആ ഭാഗം എന്ന് പറയാം ഹദീസിന്റെ ഭാഗം. അലാ വഇന്ന ഫിൽ ജസദി മുളഅതൻ ഇദാ സലഹത സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത ഫസദൽ ജസദു കുല്ലുഹു വഇദാ അലാ വഹിയൽ ഖൽബ്. ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അറിയുക, അതാണ് ഹൃദയം. അതെ. ഇനി അടുത്ത ഹദീസ്. حدثنا علي بن الجعد قال أخبرنا شعبة عن أبي حمزة قال كنت أقعد على ابن عباس رضي الله عنه. أبو حمزة report ചെയ്യാണ്. എന്ത്? قال كنت أقعد مع ابن عباس. ابن عباس رضي الله عنه ന്റെ കൂടെ ഞാൻ ഇരിക്കുകയായിരുന്നു. فجلسني على سريري. കട്ടിലിൽ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരിക്കുകയാണ്. സരീർ എന്ന കട്ടിൽ. فقال أقم عندي. താങ്കൾ എൻ്റെ അടുത്ത് ഇരിക്കുക. ഹത്താ അജ്അലക സഹ്മം മിൻ മാലി. എൻ്റെ സമ്പത്തിന്റെ ഒരു അംശം താങ്കൾക്ക് ഞാൻ ആക്കുന്നത് വരെ, നൽകുന്നത് വരെ. ഫഖംതു മഅഹു ഷഹ്റൈൻ. അങ്ങനെ 2 മാസക്കാലം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നു ഞാൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്ത് നിന്നു. അപ്പോൾ തുമ്മക്കാല എന്നിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസാനത്തെ കണ്ണി ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ ശബ്ദം ഉണ്ടാക്കരുത്. സനദ് ഇല്ലേ, അവസാനത്തെ കണ്ണിയെ മാത്രം പറയാനെങ്കിൽ നമ്മൾ അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഇന്ന വഫദ അബ്ദുൽ ഖൈസ്. അവിടെ മുതലാണ് ഹദീസ്. ഇന്ന വഫദ അബ്ദുൽ ഖൈസ് لما أتوا النبي صلى الله عليه وسلم قال من القوم أو من الوفد قالوا ربيعة قال مرحبا بالقوم أو بالوفد غير خزايا ولا ندامة. فقالوا يا رسول الله إنا لا نستطيع أن نأتيك إلا في الشهر الحرام بيننا وبينك هذا الحي من كفار مضرة فمرنا بأمر فصل نخبر به من وراءنا وندخل به الجنة. وسألوه عن الأشربة فأمرهم ب4 ونهاهم عن 4. أمرهم بالإيمان بالله وحده. قال أتدرون ما الإيمان بالله وحده؟ قالوا الله ورسوله أعلم. قال شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصيام رمضان وأن تعطوا من المغنم الخمس. ونهاهم عن 4 عن الحنتمة والدباء والنقير والمزفة. وربما قال المقير. وقال احفظوهن وأخبروا بهن من وراءكم. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത്? അന്ന വഫദ അബ്ദുൽ ഖൈസ്. അബ്ദുൽ ഖൈസിന്റെ സംഘം, അബ്ദുൽ ഖൈസിന്റെ സംഘം എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, ഒരു ടീം. മനസ്സിലായില്ലേ? ലമ്മ അതവു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവർ വന്നപ്പോൾ, അത്താന്ന് പറഞ്ഞാൽ വന്നു, ജാ എന്നർത്ഥം. ലമ്മ അതവു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിൽ ഖൗം, ആര്, ഏത് സംഘം, ആരാണ് ഈ സംഘം?
ഔ മനിൽ വഫദ്, അല്ലെങ്കിൽ ആരാണ് ഈ നിവേദക സംഘം, ഏത് സംഘം, ഏത് ജനങ്ങൾ എന്നുള്ളത് ചോദിച്ചു. ശബ്ദം ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കാതെ കേട്ടോ. കാലു, വന്ന സംഘം പറഞ്ഞു. കാലു എന്ന് പറഞ്ഞ അർത്ഥം ആര് പറഞ്ഞു? ജം അല്ലെ, ജംഅന്റെ സിവാണ് അല്ലെ. അപ്പം അവർ പറഞ്ഞു, വന്ന ആളുകൾ പറഞ്ഞു എന്ത്? റബീഅ, ഞങ്ങൾ റബീഅ ഗോത്രക്കാരാണ് എന്ന് പറഞ്ഞു. എന്താണ്? റബീഅ ഗോത്രക്കാർ ആണെന്ന് പറഞ്ഞു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ ബിൽ ഖൗം ഔ മർഹബൻ ബിൽ വഫദ്. മർഹബൻ ബിൽ ഖൗം ജനങ്ങളെ സ്വാഗതം, അല്ലെങ്കിൽ ഔ മർഹബൻ ബിൽ വഫദ് അല്ലെങ്കിൽ ഈ സംഘമേ സ്വാഗതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഗൈറ ഖസായ വലാ നദാമ. നിങ്ങൾക്ക് ഖസായ എന്ന് പറഞ്ഞാൽ ഖസായ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഖസായ നിന്യത, ദില്ലത്ത്. വലാ നദാമ, നദാമ ദുഃഖം, നദാമ നദുമ് ദുഃഖം. നിങ്ങൾക്ക് നിന്യതയോ ദുഃഖമോ വേണ്ടതില്ല. നിങ്ങൾ നിന്ദിതരോ ദുഃഖിതരോ അല്ല, ദുഃഖിക്കേണ്ടവർ അല്ല, നിങ്ങൾക്ക് നിന്ദത ഇല്ല. സ്വാഗതം എന്നർത്ഥം. ശരി. ഫഖാലു, അപ്പോ അവർ പറഞ്ഞു, ഈ വന്ന ആളുകൾ ആരാണ്? അബ്ദുൽ ഖൈസ് എന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ ദൂതരെ, ഇന്നാ ലാ നസ്തതിഉ അൻ നഅതീക ഇല്ലാ ഫി ശഹ്റിൽ ഹറാം. ഇന്നാ നിശ്ചയം ഞങ്ങൾ, ഇന്നാ പറയുമ്പോൾ നിശ്ചയം ഞങ്ങൾ, ലാ നസ്തതിഉ ഞങ്ങൾക്ക് കഴിയുകയില്ല, അൻ നഅതീക താങ്കളുടെ അടുത്ത് വരാൻ. അതായത് ആരുടെ അടുത്ത് വരാൻ? ആരോടാണ് ഇവർ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരാൻ, താങ്കളുടെ അടുത്ത് വരാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, കഴിയുകയില്ല. ഇല്ലാ ഫി ഷഹ്റിൽ ഹറാം, ഷഹ്റുൽ ഹറാമിൽ അല്ലാതെ. ഷഹ്റുൽ ഹറാം പറഞ്ഞാൽ യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളാണ്, ഹജ്ജുമായി ബന്ധപ്പെട്ട സീസൺ അല്ലേ, ഹജ്ജ് സീസൺ. അപ്പോൾ ഇതിൽ ഹജ്ജിലൊന്നും ഒക്കെ യുദ്ധം നിരോധിക്കപ്പെട്ട, നിഷിദ്ധമാക്കപ്പെട്ട മാസം. പൊന്നു ശബ്ദം ഉണ്ടാക്കാതിരിക്കും. അപ്പൊ ഈ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഹജ്ജ് കർമ്മങ്ങളുണ്ട് അല്ലേ. ആ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിലും ആ മാസങ്ങളെ പവിത്രമായി അവർ കണ്ടിരുന്നു. ശരി. അപ്പൊ ഹജ്ജ് ഉണ്ടായിരുന്നു. ആ മാസങ്ങളിൽ അവർ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യാറില്ലായിരുന്നു. അപ്പൊ ഈ മാസങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പവിത്ര മാസങ്ങളിൽ, യുദ്ധനിഷിദ്ധമായ മാസങ്ങളിൽ, ഷഹ്റുൽ ഹറാമിൽ മാത്രമേ ഞങ്ങൾക്ക് താങ്കളുടെ അടുത്ത് വരാൻ പറ്റൂ. കാരണം എന്താണ്? കാരണം അവർ പറയണേ, ബൈനന വ ബൈനക ഹാദൽ ഹയ്യു മിൻ കുഫാരി മുളർ, ഞങ്ങളുടെയും താങ്കളുടെയും ഇടയിൽ. അത് അബ്ദുൽ ഖൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ദൂരെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന ഇടത്തിന്റെയും ഈ അബ്ദുൽ ഖൈസിന്റെ നാടും അല്ലേ, ആ സംഘത്തിന്റെ നാടും അതിനിടയിൽ ഒരു ഗോത്രക്കാരുണ്ട്, കുഫാറുകളായ അവിശ്വാസികളായ ഒരു ഗോത്രക്കാരുണ്ട്, മുളർ വംശജർ. മുളർ ഗോത്രത്തിൽപ്പെട്ട ഒരു കുഫാർ വിഭാഗം അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, എല്ലായ്പ്പോഴും ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല. എല്ലാ സമയത്തും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷെ ഷഹ്റുൽ ഹറാമിൽ വരാൻ പറ്റും. കാരണം എന്താണ്? യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്. അപ്പൊ ശത്രുക്കൾ എന്ത് ചെയ്യില്ല, ശത്രുക്കൾ ആക്രമിക്കോ? യുദ്ധം നിഷിദ്ധമായ മാസമാണ്, അപ്പൊ ശത്രുക്കൾ ആക്രമിക്കുകയില്ല. കാരണം ഇവിടുന്ന് വായിച്ചു പറഞ്ഞില്ലേ. ഫമുർന, അതുകൊണ്ട് താങ്കൾ ഞങ്ങളോട് കൽപ്പിക്കൂ. അമറ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൽപ്പിച്ചു, മാതി അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കൽപ്പിക്കുക. അമറ യഉമുറു മുർ എന്നാണ്, ഉമുർ എന്നാണ് ശരിക്ക്. അമറ യഉമുറു ഉമുർ എന്നാണ് അസുല്. പക്ഷെ അത് ലോപിച്ച് മുറന്ന് ഉപയോഗിക്കും, മനസ്സിലായില്ലേ. അമറ യഉമുറു ഉമുർ എന്നാണ്, അപ്പൊ മുറന്ന് ഉപയോഗിക്കും. ഫമുർന, അതുകൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കൂ. മുർ കൽപ്പിക്കുക, താങ്കൾ കൽപ്പിക്കുക. ഞങ്ങളോട് മുർന, ഞങ്ങളോട് കൽപ്പിക്കൂ. ബി അംറിൻ ഫസുൽ, വ്യക്തമായ ഉപദേശം, വ്യക്തമായ കൽപ്പന. നുഖ്ബിറു ബിഹി മൻ വറാഅന, വറാഅ മീൻസ് പിന്നിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിറകെ. പറഞ്ഞാല്
ഇവരൊരു നിവേദക സംഘം, ഒരു പ്രതിനിധി സംഘമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ അവരുടെ ഗോത്രത്തിൽ വേറെ ആളുകളുണ്ട് നാട്ടിൽ, അല്ലേ? അപ്പൊ ഞങ്ങൾ പിന്നിലിട്ടേച്ച് വന്നാന്ന് പറഞ്ഞാൽ അവിടെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയിക്കാനും കൂടി. ഖബർ, ഖബർ പറഞ്ഞാൽ എന്താണ്? വാർത്ത. അഖ്ബാർ, വാർത്തകൾ, അല്ലേ? അഖ്ബറ എന്ന് പറഞ്ഞാൽ വാർത്ത, അറിയിച്ചു, ഇൻഫോം, അറിയിച്ചു, അല്ലേ? ഞങ്ങളുടെ പിറകിൽ, ഞങ്ങളുടെ നാട്ടിലുള്ളവരെ ഞങ്ങൾക്ക് പിന്നീട് അത് അറിയിക്കും ചെയ്യാം. വനദ്ഖുലു ബിഹി അൽ ജന്ന. അദ്ഖല എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചു, ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. നദ്ഖുലു ഞങ്ങൾ പ്രവേശിക്കുന്നതിന്, ബിഹി അത് കാരണം, അതായത് താങ്കളുടെ ഈ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അനുസരിക്കുന്നത് മുഖേന. അപ്പൊ അതിന് ഉപയുക്തമായ, ഞങ്ങൾക്ക് പ്രവേശിക്കുന്നതിന് ഉപയുക്തമായ ഇല്ലേ? പൊയ്ക്കണോ? പോയി നോക്കി. അങ്ങനെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി. വസഅലൂഹു, എന്നിട്ട് അവർ ചോദിച്ചു. സഅല ചോദിച്ചു. അനിൽ അശ്രിബ, ഷറാബ് എന്ന് പറഞ്ഞാല് കുടിക്കുന്ന പാനീയം. അനിൽ അശ്രിബ, പാനീയങ്ങളെ കുറിച്ച് ചോദിച്ചു. ഫഅമറഹും ബി അർബഅ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 6 കാര്യങ്ങൾ കൽപ്പിച്ചു, 4 കാര്യങ്ങൾ കൽപ്പിച്ചു. അർബഅ എന്ന് പറഞ്ഞാല് 4 കാര്യങ്ങൾ. വനഹാഹും അൻ അർബഅ, നബി അവർക്ക് നഹാ എന്ന് പറഞ്ഞാല് നിരോധിച്ചു. അൻ അർബഅ, 4 കാര്യങ്ങൾ. അമറഹും, ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ് കൽപ്പിച്ചത്? അമറഹും, നബി അവർകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവர்கள் അവരോട് കൽപ്പിച്ചു. എന്ത്? അൽ ബിൽ ഈമാനി ബില്ലാഹി വഹദഹ്, ബിൽ ഈമാനി ബില്ലാഹി വഹദഹ്, അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാതെ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക, അല്ലാഹുവിനെ മാത്രം ഇലാഹായിട്ട് വിശ്വസിക്കുക. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അത്തദറൂന മൽ ഈമാനു ബില്ലാഹി വഹദഹ്, അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക. അൽ ഈമാനു ബില്ലാഹി വഹ്ദഹ്, അല്ലാഹുവിനെ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താണ്? അപ്പൊ അവരെന്ത് പറഞ്ഞു? ഖാലു, അവർ ഈ വന്ന സംഘം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ ദൂതർക്കും ഏറ്റവും അറിയാം. അല്ലാഹു വറസൂലുഹു അഅലം. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്നതിന്റെ താല്പര്യം ഇബ്നി പറയുന്ന കാര്യങ്ങളാണ്. ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്തു, സാക്ഷ്യപ്പെടുത്തലാണ്, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തലാണ്. എന്ത്? അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യൻ ഒരു ഇലാഹും ഇല്ലെന്നും, ഇബാദത്തിന് അർഹനായി അല്ലാഹു മാത്രമേ ഉള്ളൂ. വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും. വ ഇഖാമുസ് സ്വലാഹ്, പിന്നെന്താണ്? നിസ്കാരം നിലനിർത്തലാണ്. ഇഖാമത്ത്, നിസ്കാരത്തെ സ്ഥാപിക്കലാണ്, ഇഖാമത്ത് ചെയ്യലാണ്. വ ഈതാഉസ് സകാത്ത്, സമ്പത്തിൽ നിന്നുള്ള നിശ്ചിത വിഹിതം
സക്കാത്തായിട്ട് അർഹതപ്പെട്ടവർക്ക് കൊടുത്ത് സക്കാത്ത് വീട്ടിലാണ്. റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കലാണ്. അതുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മഗ്നമിൽ നിന്ന് നിങ്ങൾ ഖുമുസ് നൽകലുമാണ്. അഅ്താന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നൽകി. മഗ്നമ് പറഞ്ഞാൽ ഗനീമത്ത് മുതൽ, അതായത് യുദ്ധം ഇസ്ലാമിൽ പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. യുദ്ധസമയത്ത് ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മുതലാണ് എന്ത്? സമ്പത്താണ് മഗ്നമ് അല്ലെങ്കിൽ ഗനീമത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾ നൽകലാണ് അൽ ഖുമുസ. ഖുമുസ് എന്ന് പറഞ്ഞാൽ ഹംസ് എന്ന് പറഞ്ഞാൽ എന്താ? 5. ഖുമുസ് 5/1 അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നൽകലാണ്. വനഹാഹും അൻ അർബഅ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങളെ അവർക്ക് നിരോധിച്ചു. അനിൽ ഹന്തമി വദ്ദുബാഇ വന്നഖീരി വൽ മുസഫത്തി. ഹന്തമ്, ദുബാഇ, നഖീർ, മുസഫത്ത്, ഈ 4 ഈ 4 മദ്യം ഉണ്ടാക്കാൻ വേണ്ടി, മദ്യം ഉൽപ്പാദിപ്പിക്കാനും മദ്യസേവകർക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെ പേരുകളാണ് അന്ന് കാലത്ത്. ശരി, അത് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഈ മദ്യം നിരോധിച്ചു എന്ന് കൂടെ മനസ്സിലാക്കണം. മദ്യം അതിലേക്കുള്ള വഴികളും എല്ലാം നിരോധിച്ചു എന്നുള്ളതാണ്. ആ 4 നിരോധിച്ചതാണ്. കാല അൽ മുഖയ്യിർ, മുഖയ്യിർ എന്നും പറയപ്പെട്ടിട്ടുണ്ട്, മുസഫത്ത് അല്ലെങ്കിൽ മുഖയ്യിർ. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫളൂഹുന്ന, നിങ്ങൾ ഇവകളെ സൂക്ഷിക്കുക, ഈ 4 കാര്യങ്ങളെ സൂക്ഷിക്കുക. 4 കാര്യങ്ങൾ കൽപ്പിച്ചു, 4 കാര്യങ്ങൾ നിരോധിച്ചു ചെയ്തു. ശരി. വഅഖ്ബിറൂ ബിഹിന്ന മൻ വറാഅക്കും, നിങ്ങളുടെ നാട്ടിലുള്ള, നിങ്ങൾ ഇട്ടേച്ച് പോന്ന അവരോടും നിങ്ങൾ ഇക്കാര്യങ്ങൾ അഖ്ബിറൂ, അറിയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇവിടെ ഹജ്ജിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, ഒരു വിവരണം ഫതുഹുൽ ബാരിയിൽ പറയുന്നത്, ഇന്നമാ അഖ്ബറഹും ബി ബഅദിൽ അവാമിരി ലികൗനിഹിം സഅലൂഹു അൻ യുഖ്ബിറഹും ലിമാ യദ്ഖുലൂന ബിഫിഅലിഹി അൽ ജന്ന. അവര് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അല്ലേ? അപ്പോ ചില കാര്യങ്ങൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖ്തസറ ലഹും അലാ മാ യുംകിനുഹും ഫിഅലുഹു ഫിൽ ഹാൽ, അവർക്ക് അപ്പ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പറഞ്ഞത്. അല്ലാതെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ല. എല്ലാ കൽപ്പനകളും എല്ലാ നിരോധനങ്ങളും പറയാതെ അവർക്ക് അപ്പ ചെയ്യാൻ സാധ്യമാകുന്ന കാര്യങ്ങൾ മാത്രം അവരോട് പറഞ്ഞു. വലം യഖ്സുദ് ഇഗ്രാമുഹും ലിജമീഇൽ അഹ്കാമി അല്ലതി തജിബു അലൈഹിം ഫിഅലം വതർക. അപ്പൊ അവർക്ക് നിർബന്ധമായിട്ടുള്ള പ്രവർത്തികൾ, അവർ ചെയ്യാൻ നിർബന്ധമായിട്ടുള്ള, ഉപേക്ഷിക്കൽ നിർബന്ധമായിട്ടുള്ള പ്രവർത്തികൾ മുഴുവൻ അതിന്റെ ഹുക്കുമ് നബി ഉദ്ദേശിച്ചിട്ടില്ല. അത് കാര്യം ചിലപ്പോൾ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞാന്ന് പറഞ്ഞാൽ അവർക്ക് ദൂരെ ഉള്ള ഒരു ഗോത്രമാണ്. അവർക്ക് ഹജ്ജിന് വരൽ, എപ്പോഴും ഇങ്ങോട്ട് വരലും ഹജ്ജിന് വരലും അതിനുള്ള തയ്യാറെടുപ്പും ഒക്കെ അവർക്ക് അസാധ്യമായിരുന്നു. അത് കാരണം ഹജ്ജ് പറയപ്പെട്ടിട്ടില്ല. അപ്പൊ അവർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എന്നതാണ്. ഈ ഹന്തമ്, ദുബാ, നഖീർ, മുസഫത്ത് അല്ലെങ്കിൽ മുഖയ്യിർ എന്നൊക്കെ പറഞ്ഞത്, ഹന്തം എന്ന് പറഞ്ഞാൽ ഒരു തരം ഭരണി, ദുബാ ചുരക്കുടുക്ക, നഖീർ ഈത്തപ്പന മുരട്, മുഖയ്യിർ അല്ലെങ്കിൽ മുസഫത്ത് എന്ന് പറഞ്ഞാൽ താർ തേച്ച പാത്രം. ഇതൊക്കെ മദ്യസേവക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന, മദ്യ ഉൽപാദനത്തിന് സേവക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചിരുന്ന പാത്രങ്ങളാണ്. അസ്സലാമു അലൈക്കും.